നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പനി ബാധിച്ച് ഒരു മരണം. മരിച്ചത് അളഗപ്പനഗർ സ്വദേശിയായ യുവാവ്. ആമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് സമീപത്തെ സർവീസ് റോഡിന്റെ ഡ്രൈനേജിന്റെ നിർമ്മാണം ആരംഭിച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിർത്തിവെച്ച പമ്പിംഗ് പുനരാരംഭിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ നടത്തി. കാവല്ലൂർ വീട്ടിക്കുന്നിൽ ഭീഷണിയായിരുന്ന മഹാളിക്കൂടുകൾ നശിപ്പിച്ചു. രക്ഷാപ്രവർത്തകരായി ടീം എമർജൻസി കേരള അംഗങ്ങൾ. മരത്താക്കരയിൽ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ 5000 രൂപയും മൊബൈൽ ഫോണും കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന അളഗപ്പനഗർ സ്വദേശി മരിച്ചു. എരിപ്പോട് ആമ്പല്ലി കളരിക്കൽ തങ്കപ്പന്റെയും ലതയുടെയും മകൻ അനന്തുകൃഷ്ണനാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു. സംസ്കാരം നടത്തി സഹോദരി അനുലേഖ. ആമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് സമീപത്തെ സർവീസ് റോഡിന്റെ ഡ്രൈനേജിന്റെ നിർമ്മാണം ആരംഭിച്ചു. നേരത്തെ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിനു മുൻപായി സർവീസ് റോഡിലെ ഡ്രൈനേജ് നിർമ്മാണം നടത്തിയെങ്കിലും വരന്തരപ്പള്ളി റോഡിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ ഈ ഭാഗത്ത് ഡ്രൈനേജ് ഒഴിവാക്കിയിരുന്നു. മഴ കനത്ത് സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെയാണ് അടിയന്തരമായി ഡ്രൈനേജ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ദേശീയപാത അധികൃതർ നിർബന്ധിതരായത്. തൃശൂരിൽ നിന്ന് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയുന്ന ഭാഗം പൂർണ്ണമായും അടച്ചാണ് ഡ്രൈനേജിന്റെ നിർമ്മാണം. മഴ മാറി നിന്നാൽ 4-5 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാകും എന്നാണ് പ്രതീക്ഷ. അടിപ്പാതയ്ക്ക് മുകളിലെ മേൽപ്പാലത്തിലൂടെ ഗതാഗതം സാധ്യമായതോടെ സർവീസ് റോഡിൽ വാഹനങ്ങൾ കുറവായതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹന ഗതാഗതത്തെ കാര്യമായി ബാധിക്കില്ല. വരന്തരപ്പള്ളി പഞ്ചായത്ത് തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിർത്തിവെച്ച പമ്പിംഗ് പുനരാരംഭിച്ചു. കനത്ത മഴയിൽ പമ്പ് ഹൌസിലേക്കുള്ള റോഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞതാണ് 3 ദിവസം പമ്പിംഗ് മുടങ്ങാൻ കാരണമായത്. കുറുമാലിപ്പുഴയുടെ തീരത്താണ് തോട്ടുമുഖം പമ്പ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് സമീപത്തെ 4 പഞ്ചായത്തുകളിൽ കിണറുകളില്ലാത്ത പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പമ്പ് ഹൗസിൽ നിന്ന് പമ്പിംഗ് മുടങ്ങിയത് പ്രദേശത്തെ കുടിവെള്ള വിതരണം താറുമാറാക്കി. കനത്ത മഴയിൽ കുറുമാലിപ്പുഴയും പമ്പ് ഹൗസിന് സമീപത്തെ കരയാമ്പാടം തോടും നിറഞ്ഞു കവിഞ്ഞതോടെ പമ്പ് ഹൗസിലേക്കുള്ള പാതയിൽ ചെളിയും വെള്ളവും നിറഞ്ഞതാണ് പ്രതിസന്ധിയായത്. ഒരാൾ പൊക്കത്തിൽ വഴിയിൽ വെള്ളം നിറഞ്ഞതോടെ ജീവനക്കാർക്ക് പമ്പ് ഹൗസിലേക്ക് എത്താനുള്ള വഴിയടഞ്ഞു. മഴ ശമിച്ച് വെള്ളമിറങ്ങിയെങ്കിലും മുട്ടിനൊപ്പം ചെളിയിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പാത ഉയർത്തി നവീകരിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. എല്ലാ വർഷവും മഴ കനത്താൽ ജീവനക്കാർക്ക് പമ്പ് ഹൗസിലേക്ക് എത്താൻ കഴിയാത്തതിനാൽ ദിവസങ്ങളോളം പമ്പിംഗ് മുടങ്ങുന്നത് ഇവിടെ പതിവാണ്. പമ്പ് ഹൗസിലേക്കുള്ള വഴി നവീകരിക്കുക മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരമെന്നും അതിനായി പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ പമ്പ് ഹൗസിലേക്ക് വരുന്ന റോഡ് പഞ്ചായത്തിൻ്റെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഉയർത്തി തരാമെന്ന് പറഞ്ഞതാ. ഒരു 3 അടിയോളം ഉയർത്തി കിട്ടിയാൽ നമുക്ക് ഈ പമ്പിങ്ങും തടസ്സമില്ലാത്ത വിധത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാ കൊല്ലം 2-3 പ്രാവശ്യം. ഇക്കൊല്ലം ഇപ്പം 3 ദിവസം കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം തന്നെയായിരുന്നു. അപ്പോൾ അന്ന് പഞ്ചായത്ത് കമ്മിറ്റി എന്നോട് പറഞ്ഞാണ് ഇത് നേരേക്ക് തരാം. പിന്നെ അത് ഇങ്ങനെ ഇട്ടുപോയി. ഇത്തവണ ഞാൻ മെമ്പർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് കിട്ടിയാൽ നന്നായിരിക്കും. അപ്പോൾ പമ്പിങ് മുടങ്ങില്ല. വെള്ളം വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജീവനക്കാർക്ക് വരാൻ പേടിയാണ്. അത്രയും നല്ല ഒഴുക്ക്, വല്ല പാമ്പ് ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ ഒരാളും അറിയില്ല, ഒറ്റയ്ക്കാണ്. ഇപ്പം തന്നെ ഒരു പാമ്പ് രാത്രി വന്നാൽ ആരോടേക്ക് ഇറങ്ങി ഓടുക വഴുക്കും. ഒരു രക്ഷയില്ലാത്ത സ്ഥിതിയിലാണ്. അതിന് എന്തെങ്കിലും ഈ ഉയർത്തൽ മാത്രമാണ് പ്രായോഗികം. ചൊവ്വാഴ്ച രാവിലെ മുതൽ മഴ മാറി നിന്നതോടെ വെള്ളം ഒഴിഞ്ഞുപോയി. അപകടകരമായ രീതിയിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്ത് സാഹസികമായി പമ്പ് ഹൗസിലെത്തിയാണ് ജീവനക്കാർ പമ്പിംഗ് പുനരാരംഭിച്ചത്.
വരന്തരപ്പള്ളി പഞ്ചായത്തിലെ തോട്ടുമുഖം പമ്പ് ഹൗസിൽ നിന്നും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പമ്പിംഗ് മുടങ്ങിയത് സമീപ പഞ്ചായത്തുകളിൽ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങളെയാണ് പ്രതിസന്ധിയിലാക്കിയത്. തോട്ടുമുഖം പമ്പ് ഹൗസിനോട് ചേർന്നുള്ള കുറുമാലിപ്പുഴയും കരയാമ്പാടം തോടും നിറഞ്ഞു കവിഞ്ഞതോടെ തോട്ടുമുഖം പമ്പ് ഹൗസിലേക്കുള്ള വഴി പൂർണ്ണമായും വെള്ളക്കെട്ടിലായതാണ് ജീവനക്കാർക്ക് ഈ പമ്പ് ഹൗസിലേക്ക് എത്താൻ കഴിയാത്തതിന് കാരണമായത്. അതോടെയാണ് പമ്പിംഗ് ഈ ഏതാനും ദിവസങ്ങൾ തടസ്സപ്പെട്ടത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളിലായി ഇത്തരത്തിൽ പ്രതിസന്ധി എല്ലാ വർഷവും ഉണ്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള തോട്ടുമുഖം പമ്പ് ഹൗസിലേക്കുള്ള റോഡ് ഏതാനും അടി ഉയർത്തി നവീകരിക്കണമെന്ന് പലതവണയായി ആവശ്യപ്പെടുന്നു. എല്ലാ വർഷവും ഉണ്ടാകുന്ന ഈ ദുരിതം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ റോഡ് സൗകര്യം പൂർണ്ണമായും സജ്ജമാക്കണമെന്നാണ് പമ്പ് ഹൗസിലെ ജീവനക്കാരും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണവും ആമ്പല്ലൂരിൽ നടത്തി. AIKS ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡല സെക്രട്ടറി TN മുകുന്ദൻ, CPI പുതുക്കാട് മണ്ഡല സെക്രട്ടറി CU പ്രിയൻ, സിബി സുരേഷ്, CK ആനന്ദകുമാരൻ, മധു വാര്യർ എന്നിവർ പ്രസംഗിച്ചു. കാവല്ലൂർ വീട്ടിക്കുന്നിൽ പ്രദേശവാസികൾക്ക് ഭീഷണിയായിരുന്ന മഹാളിക്കൂടുകൾ നശിപ്പിച്ചു. ടീം എമർജൻസി കേരള അംഗങ്ങളാണ് മഹാളി കടന്നലുകളെ തുരത്തി കൂടുകൾ നശിപ്പിച്ചത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കാവല്ലൂർ വീട്ടിക്കുന്നിൽ കഴിഞ്ഞ 30-ന് മഹാളി കടന്നലുകളുടെ കുത്തേറ്റ് വയോധിക മരിച്ചിരുന്നു. അയ്യങ്കോട് പുല്ലുത്തി തെക്കേപുരയ്ക്കൽ പരേതനായ രാഘവന്റെ ഭാര്യ കാർത്തിയായനിയാണ് മഹാളിയുടെ കുത്തേറ്റ് മരിച്ചത്. പച്ചിലകൾ പറിക്കാൻ സമീപത്തെ പറമ്പിലേക്ക് പോയ കാർത്തിയായനിയെ റബ്ബർ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന മഹാളികൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. കാർത്തിയായനിയുടെ ശരീരമാസകലം കുത്തേറ്റിരുന്നു. വീട്ടിക്കുന്നിൽ 2 പറമ്പുകളിലായി വലിയ 2 മഹാളിക്കൂടുകളാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർക്ക് മുഴുവൻ ആശങ്കയായ മഹാളിക്കൂടുകൾ നശിപ്പിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ വനം വകുപ്പിനെ സമീപിച്ചെങ്കിലും വനം വകുപ്പിനോ അഗ്നിശമന സേനയ്ക്കോ പോലീസിനോ കടന്നലിനെ നേരിടാൻ പരിശീലനമില്ലാത്തത് വെല്ലുവിളിയായിരുന്നു. തുടർന്നാണ് തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടീം എമർജൻസി കേരള അംഗങ്ങളായ ദിനേശ് ആമ്പല്ലൂർ, ലിജോമോൻ കള്ളായി എന്നിവരുടെ സഹായം തേടിയത്. ദൗത്യം ഏറ്റെടുത്ത ഇരുവരും ചേർന്ന് അതിസാഹസികമായി സുരക്ഷാ സംവിധാനങ്ങളോടെ തീ ഉപയോഗിച്ച് മഹാളി കടന്നലുകളെ തുരത്തിയ ശേഷം കൂടുകൾ നശിപ്പിക്കുകയായിരുന്നു. മറ്റത്തൂർ വാസുപുരത്ത് തോട്ടിലേക്ക് മറിഞ്ഞ കാർ ക്രെയിനിന്റെ സഹായത്തോടെ പുറത്തെടുത്തു. വാസുപുരം കുഞ്ഞക്കര റോഡിലെ കല്ലൻതോട് പാലത്തിന് സമീപം ഞായറാഴ്ച രാത്രി 8ഓടെയായിരുന്നു അപകടം. കയ്പമംഗലം സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട് കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് ഒഴുക്കുള്ള തോട്ടിലേക്ക് വീണത്. അപകടം കണ്ട് തൊട്ടു പിന്നാലെ എത്തിയ മറ്റൊരു കാറിലെ യാത്രക്കാർ സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ സാഹസികമായി വെള്ളത്തിലിറങ്ങി കാറിലുണ്ടായിരുന്ന യുവാക്കളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. തുടർന്ന് തോട്ടിൽ കിടന്നിരുന്ന കാർ ചൊവ്വാഴ്ച രാവിലെ ക്രെയിനിന്റെ സഹായത്തോടെയാണ് പുറത്തെടുത്തത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെയും ബ്ലോക്ക് സാംസ്കാരിക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസ് എടുക്കുന്ന റിസോഴ്സ് അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ട്രെയിനിംഗ് എക്സ്പെർട്ടുകളായ ജേക്കബ് ജോൺ, KV ജ്യോതിഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. ജില്ലാ കമ്മിറ്റി അംഗം K സുകുമാരൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PV ഷാർങ്കൻ, സാംസ്കാരിക സമിതി കൺവീനർ റൈസൽ പോൾ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി TA വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. മരത്താക്കരയിലുള്ള ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന പാലക്കാട് സ്വദേശിനിയുടെ ബാഗിൽ നിന്നും 5000 രൂപയും 10000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ഒറ്റപ്പാലം തിരുമിറ്റിക്കോട് സ്വദേശിയായ പള്ളങ്ങൽ വളപ്പിൽ വീട്ടിൽ അൻവർ സാദിഖിനെയാണ് മൂവാറ്റുപുഴയിൽ നിന്നും ഒല്ലൂർ പോലീസ് പിടികൂടിയത്. ഓഗസ്റ്റ് 1-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മരത്താക്കരയിലെ ഹോട്ടലിലെ ജീവനക്കാരിയായ സ്ത്രീയുടെ ബാഗിൽ നിന്നും അതേ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്ന പ്രതി 5000 രൂപയും 10000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും മോഷ്ടിക്കുകയായിരുന്നു. പ്രതി പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ ഹോട്ടലുകളിൽ 1-2 ദിവസം ജോലിക്ക് നിൽക്കുകയും അതിനുള്ളിൽ തന്നെ അവിടെ നിന്നും ഇത്തരത്തിൽ മോഷണം നടത്തി മുങ്ങുകയും പതിവാക്കിയ ആളാണെന്നും പ്രതിക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ കേസ് നിലവിലുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒല്ലൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KP തോമസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഒല്ലൂർ ഇൻസ്പെക്ടർ ഫൈസൽ, സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ, ASI സന്ദീപ്, സിവിൽ പോലീസ് ഓഫീസർ KN നിരാജ് മോൻ, PP അജിത്ത്, അനുഷ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഓണക്കാലം അടുക്കുന്നതോടെ കേരളത്തിൽ വരുന്ന യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരവുമായി KSRTCയുടെ ദീർഘദൂര സർവീസുകൾ. KSRTCയുടെ
അന്തർ സംസ്ഥാന സർവീസുകൾക്ക് ഓൺലൈൻ റിസർവേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓണക്കാലം പ്രമാണിച്ചുള്ള അധിക സർവീസുകളാണ് ഇത്. 2026 ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ചും അധിക സർവീസുകൾ നടത്തും. ഇനി കാണാം ഇൻഫോടോക്ക്. ഏതുതരം ഭക്ഷണത്തിനൊപ്പവും എളുപ്പം കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ് യോഗട്ട്. അതിനാൽ ദിവസവും ഒരു നേരം ഇത് ഭക്ഷണത്തിനോടൊപ്പം ചേർത്താൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച്. യോഗട്ടിൽ അവശ്യ പോഷകങ്ങളും പ്രോബയോട്ടിക്സും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ദിവസവും ഭക്ഷണത്തിന് ശേഷം യോഗട്ട് കഴിക്കുന്നത് നല്ല ദഹനം കിട്ടാനും പ്രോബയോട്ടിക്സ് ഗുണങ്ങൾ ലഭിക്കാനും സഹായിക്കും. പ്ലെയിൻ യോഗട്ടിൽ ധാരാളം പ്രോട്ടീൻ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. യോഗട്ടിൽ ധാരാളം കാൽസ്യവും പൊട്ടാസ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. ഇത് ദിവസവും കഴിക്കുന്നത് എല്ലുകളെ കൂടുതൽ ബലമുള്ളതാക്കും. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,200 രൂപയും പവന് 1,05,600 രൂപയും രേഖപ്പെടുത്തി. മുപ്ലിയം പുതുപ്പിള്ളി ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്ദിരയാണ് ഭാര്യ. ശ്രീജ, ശ്രീജിത്ത് എന്നിവർ മക്കളും മഞ്ജു, സുരേഷ് എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ പുത്തൂര് കുളങ്ങര ജേക്കബ് ഭാര്യ സെലീന അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പോളി, സിസ്റ്റർ അർച്ചന, ലീന, ആന്റണി, ലിയോൺസ്, സിസ്റ്റർ ആരാധന, മെലീറ്റ എന്നിവർ മക്കളും ലിസി, റാഫേൽ, ഷീല, ആന്റോ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ ചിരിയൻകണ്ടത്ത് CL ആന്റണി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെറോണിക്കയാണ് ഭാര്യ. ലാലി, ജോൺസൺ, ജോഷി, ഷാജി, ജാൻസി എന്നിവർ മക്കളും വിൻസെന്റ്, ജെന്നി, പോൾസി, ജിംസി, പീറ്റർ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പനി ബാധിച്ച് ഒരു മരണം. മരിച്ചത് അളഗപ്പനഗർ സ്വദേശിയായ യുവാവ്. ആമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് സമീപത്തെ സർവീസ് റോഡിന്റെ ഡ്രൈനേജിന്റെ നിർമ്മാണം ആരംഭിച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിർത്തിവെച്ച പമ്പിംഗ് പുനരാരംഭിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ നടത്തി. കാവല്ലൂർ വീട്ടിക്കുന്നിൽ ഭീഷണിയായിരുന്ന മഹാളിക്കൂടുകൾ നശിപ്പിച്ചു. രക്ഷാപ്രവർത്തകരായി ടീം എമർജൻസി കേരള അംഗങ്ങൾ. മരത്താക്കരയിൽ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ 5000 രൂപയും മൊബൈൽ ഫോണും കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.